എത്ര വലിയ ഫ്രണ്ട്ഷിപ്പും ഒരു പെണ്ണ് വിചാരിച്ചാൽ തീർന്നു തന്നെ. കാര്യം നീയും രാജ്യം തമ്മിൽ കോംപ്രമൈസ് ഒക്കെ ആയെങ്കിലും പഴയതുപോലെ അത്ര സുഖമായിട്ടില്ല. നീയും മീരയും തമ്മിൽ ഉടക്കിയതിന്റെ ഗുണം കിട്ടിയത് രാജീവിനാണ്. അത് ഞാൻ വിട്ടുകൊടുത്തല്ലേ. എനിക്ക് അവനെ പോലെ പുറകെ മണപ്പിച്ച് കിടക്കാനുള്ള ഗുണമൊന്നുമില്ല. അവൻ പ്രേമിച്ച് കിടക്കട്ടെ. അവനെ മേക്കാൻ പറ്റില്ലടാ. പഴകിയ ഡെഡ് ബോഡി എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. അവര് പ്രേമിക്കുകയോ വിവാഹം കഴിക്കുകയോ എന്തുവേണമെങ്കിലും ആയിക്കോട്ടെ. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുവാനാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. നീ പരാജയപ്പെട്ടെടുത്ത് അവൻ വിജയിച്ചു. ജെറൂസലേം പുത്രിയെ അവനായി നമുക്ക് വിട്ടുകൊടുക്കാം. ആമേൻ. ആ ഇടിവെട്ടുണ്ടാലും അവൻ ചാവൂല. എന്തായത് അമ്പലത്തിലൊക്കെ പോയിട്ടാ വരുന്നത് തോന്നുന്നു. ഓരോരുത്തർക്കുണ്ടാവുന്ന ഓരോ മാറ്റങ്ങളെ. നീ ടി വിയിലൊക്കെ അഭിനയിച്ചെന്ന് കേട്ടു. ടി വിയിലും? ആ, മഴയെ കുറിച്ചുള്ളൊരു ഡോക്യുമെന്ററിയില്ലേ, ഇവൻ ഒരു പീസുമായിട്ടൊരു കൊടക്കീഴി നടന്നു പോകുന്നുണ്ടെന്ന് നമ്മുടെ മാത്യൂസ് പറഞ്ഞു. അത് ടി വി വന്നു. കൂടെ ഉണ്ടായിരുന്ന പീസ് തരാ. അത് നമ്മളെ പഴയൊരു കേസാ. കുറെ നാളുകൂടി കണ്ടതാ. ആകെ കുളമായല്ലോ. ചെറിക്കിടിയുള്ളുമ്പോ എല്ലാം മാറും. നീയൊക്കെ ടി വി വന്നാൽ സെമിനാറിൽ എന്റെ അടുത്തുള്ള ടി വി വെച്ചോണ്ടതിന്റെ കാര്യമില്ല. അതെന്താ? ആ ടി വി മാറും.